സുവർണക്ഷേത്രം കാണുവാനായി ജോലി സ്ഥലത്ത് നിന്നും പോവുകയാണ്. പഞ്ചാബ് RTCയിലാണ് യാത്ര. എങ്ങനെയും സൈഡ് സീറ്റ് ഒപ്പിക്കണം. ഈ ബസ്സിനുള്ളിൽ സീറ്റുകൾ കാലിയാണ്. അതുകൊണ്ട് എനിക്ക് സൈഡ് സീറ്റ് ലഭിച്ചു. എൻ്റെ ബാഗ് ഞാൻ അവിടെ വെച്ചു. അങ്ങനെ വിൻഡോ സീറ്റ് ലഭിച്ചു. പ്രിയപ്പെട്ട സൈഡ് സീറ്റ്. ബസ് യാത്ര ആരംഭിച്ചു. മനോഹരമായ ഹരിയാന കാഴ്ചകൾ. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്നു. പഞ്ചാബി ഹൗസിലെ ലാലിനെ പോലുള്ള ഒരു കണ്ടക്ടർ. അദ്ദേഹം എനിക്ക് ടിക്കറ്റ് നൽകി. ടിക്കറ്റ് തുക ഏകദേശം 400 രൂപ. സിർഷ മുതൽ അമൃതസർ വരെ ഏകദേശം 280 കിലോമീറ്റർ വരും. 280 കിലോമീറ്ററിന് 400 രൂപ വൃത്തിയാണോ? അമൃതസറിലേക്കുള്ള യാത്ര തുടരുകയാണ്. യാത്രക്കിടയിൽ അടുത്തുള്ള ഗുരുദ്വാരയിൽ നിർത്തി. സിഖുകാരുടെ പുണ്യസ്ഥലമാണ് ഗുരുദ്വാര. അവിടെ ഭക്ഷണവും താമസവും എല്ലാം സൗജന്യമാണ്. 10 മിനിറ്റ് നേരത്തേക്കാണ് ബസ് നിർത്തിയത്. ആ സമയം ഞാൻ മൂത്രമൊഴിക്കുവാൻ ഉള്ള സ്ഥലം അന്വേഷിച്ച് നടന്നു. തൊട്ടപ്പുറയാണ് മൂത്രപ്പുര. പഞ്ചാബ് RTCയുടെ പഴയ ബസ്സുകൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്നു. 10 മിനിറ്റ് നേരത്തേക്കാണ് ബസ് നിർത്തിയിട്ടിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഗുരുദ്വാരയിൽ പോയി തൊഴാം. ഇതാണ് ആ ഗുരുദ്വാരയുടെ കവാടം. മൂത്രമൊഴിച്ചതിന് ശേഷം ഗുരുദ്വാരയുടെ അടുത്തു നിന്നുള്ള ചായക്കടയിൽ നിന്നും ഒരു ചായ കുടിച്ചു. യാത്ര വീണ്ടും പുനരാരംഭിച്ചു. യാത്രക്കിടയിൽ ബസ് ഒരു കാറിനിട്ട് ഒരസി. വലിയ സംഘട്ടനമാണ് ഉണ്ടായത്. പഞ്ചാബി ഹൗസിലെ ലാലിൻ്റെ ഷേപ്പുള്ള കണ്ടക്ടർ കമ്പിവെടി കൊണ്ട് അവരെ അടിക്കാനായി ശ്രമിച്ചു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ ആ പ്രശ്നം പരിഹരിച്ചു. പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ബസ് വീണ്ടും യാത്ര ആരംഭിച്ചു. അങ്ങനെ ഞാൻ അമൃതസർ എത്തി. വിജനമായ വീഥികൾ. വണ്ടിയൊന്നും കാണുന്നില്ല അങ്ങോട്ടേക്ക്. ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടു. പെട്ടെന്ന് ഒരു ഓട്ടോ മുന്നിൽ വന്നു. അതിൽ കയറി ഗുരുദ്വാരയിലേക്ക് തിരിച്ചു. 30 രൂപയാണ് ഓട്ടോ ചാർജ്. വിജനമായ വീഥികൾ. ഓട്ടോ മെല്ലെ മെല്ലെ ഗുരുദ്വാര ലക്ഷ്യമാക്കി നീങ്ങുന്നു. അങ്ങനെ ഞാൻ ഗുരുദ്വാരയ്ക്കടുത്തെത്തി. വളരെ മനോഹരമായ വൃത്തിയുള്ള കാഴ്ചകൾ. ഇതാണ് ആ ഗുരുദ്വാര. വർണ്ണാഭമായ കാഴ്ചകൾ. വളരെ മനോഹരം. ഒരുപാട് ലൈറ്റുകൾ. എല്ലാവരും ഗുരുദ്വാരയ്ക്കുള്ളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗുരുദ്വാരയിൽ കയറുന്നതിന് മുമ്പ് ഞാനൊരു ചോക്ലേറ്റ് കോഫി കുടിച്ചു. നല്ല രുചി. കോഫി കുടിച്ചു. ഇനി ക്ഷേത്രത്തിനുള്ളിലേക്ക് ഞാൻ നടന്നു നീങ്ങി. കാല് കഴുകിയിട്ട് വേണം ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ. ഇതാണ് ആ മനോഹരമായ സുവർണ ക്ഷേത്രം. സ്വർണ്ണമകുടം പോലെ തിളങ്ങി നിൽക്കുന്നു. നമ്മൾക്ക് ഈ ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങി സ്നാനം ചെയ്യാൻ സാധിക്കും. ഞാനും അതിലിറങ്ങി സ്നാനം ചെയ്തു. മടക്കം ട്രെയിനിൽ ദില്ലിയിലേക്ക്. കോഫി കുടിച്ചു. ഇനി ക്ഷേത്രത്തിനുള്ളിലേക്ക് ഞാൻ നടന്നു നീങ്ങി. കാല് കഴുകിയിട്ട് വേണം ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ. ഇതാണ് ആ മനോഹരമായ സുവർണ ക്ഷേത്രം. സ്വർണ്ണമകുടം പോലെ തിളങ്ങി നിൽക്കുന്നു. നമ്മൾക്ക് ഈ ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങി സ്നാനം ചെയ്യാൻ സാധിക്കും. ഞാനും അതിലിറങ്ങി സ്നാനം ചെയ്തു. മടക്കം ട്രെയിനിൽ ദില്ലിയിലേക്ക്.